ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മനുഷ്യന്മാരെ കുറിച്ച്. ഇപ്പോൾ നമ്മുടെ ഒരു ഫോൺ ഹാങ് ആയിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് ഹാങ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു റീസെറ്റ് ബട്ടൺ ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് കൺട്രോൾ സെഡ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, പിന്നിലെ കാര്യം വീണ്ടും കിട്ടുന്നതാണ്. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ടോ? അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിൽ നിന്ന് തെറ്റി വന്നു പോയാൽ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൗബ അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അള്ളാഹുലേക്ക് തൗബ ചെയ്യുക. തൗബ എന്നൊരു കവാടം അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. എത്ര തെറ്റ് ചെയ്താലും എന്ത് ചെയ്യാം, അള്ളാഹിനോട് വീണ്ടും വീണ്ടും ചോദിക്കാം. അള്ളാഹ് പുറത്തു തരും. കാരണം അള്ളാഹ് അത്രയും ഔദാര്യവാനാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് അല്ലേ? അടിമകൾ യജമാനോട് അല്ലാതെ ആരോട് ചോദിച്ചെന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ഔദാര്യവാനായ യജമാനാരാ? അത് അള്ളാഹ് തന്നെയാണ് അല്ലേ? അപ്പോൾ അള്ളാഹ് നമുക്ക് പുറത്തു തരും. അപ്പോൾ ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അവൻ്റെ പാപങ്ങളിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച് എന്ത് ചെയ്യുക, നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇപ്പം അല്ലേ, കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാങ് കാര്യങ്ങൾ വൈറസൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും അതിൻ്റെ പ്രവർത്തനമൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ മനുഷ്യന് എത്ര നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന, നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തിട്ടും നമ്മൾ കറുത്ത കറകൾ നമ്മളെ ഹൃദയത്തിൽ വീണാൽ നമുക്ക് തൗബ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും.